ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസാണ്. ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു സാരിയാണ് കേട്ടോ. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു സാരിയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഹ്യൂജ് എൻക്വയറിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. പ്യുവർ ഹാൻഡ്ലൂം, പ്യുവർ മഹേശ്വരി സിൽക്ക് കോട്ടൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഒരു 4300 മുതൽ 4650 വരെയുള്ള ഒരു റേഞ്ചിലാണ് സാരീസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് വൺ ഇതേപോലത്തെ സിമ്പിളാണ്, അതേസമയം നല്ല ക്യൂട്ട് എലഗൻ്റ് ആയിട്ടുള്ള സാരീസാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്താൽ ഇതിൽ അഴുക്കൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ബോർഡേഴ്സ് ഇതേപോലെ വരിക, കണ്ടോ. ഒരു ഫൈനായിട്ടുള്ള ഗോൾഡൻ സെറി, ഇതേപോലെ ഗ്യാപ്പ് ബോർഡർ, ഒരു റെറ്റപ്പറ്റ ബോർഡർ പാറ്റേണിലാണ്. ബോഡി ഫുൾ ഇതേപോലത്തെ ആ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ചെക്ക് തന്നെ, അല്ലാണ്ട് സെറി ചെക്സ് അല്ല കേട്ടോ. ഇതേപോലെ തന്നെയാണ് വരുന്നത്, കണ്ടോ. ഇങ്ങനെയാ സാരി വരിക കേട്ടോ. ഇതേപോലെ ബോർഡേഴ്സ്, നല്ല ഭംഗിയുള്ള ആൻറ്റിക് ഫിനിഷുള്ള ബോർഡേഴ്സാണ്, ഗോൾഡൻ ബോർഡേഴ്സ്. പല്ലു ഇതേപോലെ, കണ്ടോ. ഇതേപോലെ ഇവിടെ കണ്ടോ, ഇങ്ങനെ നൈസായിട്ടുള്ള ഒരു സെറി വീവിങ് പോയിട്ടുണ്ട് വിത്ത് ടാസിൽ. ആ സാരിന്ന് തന്നെയുള്ള ടാസിൽസ് ആണ്. ഇതേപോലെയാണ് സാരി വരിക കേട്ടോ. പല്ലു ഇങ്ങനെ. ബ്ലൗസ് വരുന്നത് സെയിം റണ്ണിങ് ആയി തന്നെയാണ്, സെയിം ആണ് കേട്ടോ. നല്ലൊരു ക്രീം ഷെയ്ഡാണ്, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. സിമ്പിൾ, അതേസമയം എലഗൻ്റ് ആയിട്ടുള്ള സാരി കേട്ടോ. കണ്ടോ, ഉടുത്ത് വരുമ്പോൾ ഞൊറിഞ്ഞുടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം, ഒട്ടും ചൂടെടുക്കില്ല. ഒരു പ്രീമിയം സാരിയാണ് കേട്ടോ. പ്യുവർ മഹേശ്വരി സിൽക്ക് കോട്ടൺ ആണ്. ഇതേപോലെ വരിക. ഇത് നല്ല രസമായിട്ട് സ്റ്റൈൽ ചെയ്യാം. സെയിം കളർ ബ്ലൗസാണ്. വിഷുവിനും നല്ലൊരു പ്രീമിയം കാറ്റഗറി നോക്കണവർക്ക് പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ 2 കളേഴ്സും കൂടി ഉണ്ട്, അതും കൂടെ കാണിക്കാം. ആൻഡ് റേറ്റ് വരുന്നത് 4300 ആണ്. അടുത്തത് നമ്പർ 2 ആണ്. സെയിം പാറ്റേൺ, സെയിം ഫാബ്രിക്. ഒരു സ്പെഷ്യൽ ഫാബ്രിക് ആണ് കേട്ടോ. ആ ഒരു സിൽക്ക് കോട്ടൺ മിക്സ് നമുക്ക് കോട്ട ചെക്സ് പോലത്തെയാണ്, നേരത്തെ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു ചെക്സ് പാറ്റേണിലാണ് അതിൻ്റെ ഒരു വീവിങ് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബ്ലാക്കിലാണ്, ഇതേപോലെയാണ് സെറി. വൈറ്റിൽ നിങ്ങൾക്കത് എത്രത്തോളം അതിൻ്റെ ഡിസൈൻ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ബ്ലാക്കിലാവുമ്പോൾ ഇത്രയും കൂടെ വിസിബിളായിട്ട് നമുക്ക് മനസ്സിലാവും, കണ്ടോ. ഒരു സ്പെഷ്യൽ പാറ്റേൺ ആണ് ഇത്. ഫുൾ ഹാൻഡ്ലൂമാണ്, കണ്ടോ. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഇങ്ങനെയാണ് വരിക. ഒരു സ്പെഷ്യൽ സിൽക്ക് കോട്ടൺ ആണ്, പക്ഷെ നോർമൽ ഒരു പാറ്റേൺ അല്ല. ഒരു കോട്ടൻ്റെ ഒക്കെ പോലത്തെ ഇങ്ങനെ കണ്ടോ, കുഞ്ഞ് ചെക്ക് പാറ്റേൺ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ബോഡി വന്നിട്ടുള്ളത്. ആ ഒരു സെയിം ഫാബ്രിക്കിൻ്റെ തന്നെ ചെക്കാണ്, അല്ലാണ്ട് ഗോൾഡൻ ചെക്കൊന്നുമല്ല. ഇതിൻ്റെ ബോർഡേഴ്സ് ഭയങ്കര രസമായിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിരിക്കണത് കേട്ടോ. പല്ലു കണ്ടോ, ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു. ഇവിടെയൊക്കെ ആ ഒരു സെറി വീവിങ് ആണ് വിത്ത് ടാസിൽ. ബ്ലൗസ് വരുന്നത് സെയിം ആണ്. സ്ലീവ്സിൽ ഇതൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ബ്ലാക്ക്, ഒരു റിച്ച് എലഗൻറ്റ് ലുക്കാണ്, കണ്ടോ. ഇതേപോലെ വരിക കേട്ടോ. പ്യുവർ മഹേശ്വരിയാണ്. മഹേശ്വരിയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ആണ്. അതിലിതാ ഇങ്ങനത്തെ ഒരു കോട്ടൻ്റെ പാറ്റേണിൽ വരുന്ന ഫാബ്രിക്കാണ്. ഇതൊക്കെ പ്യുവർ ഹാൻഡ്ലൂം സെറി വീവിങ് ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 4300. ഇനി ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട്, അതും കൂടെ കാണാം. അടുത്തത് നമ്പർ 3 ആണ്. ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത്. ഇതേപോലെയാണ് ഇതിൻ്റെ ബോർഡേഴ്സ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്പർ 3. ബാക്കിയൊക്കെ സെയിം ആണ്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. 1 ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതേപോലെ ബോർഡേഴ്സ് റെഡ് ഷെയ്ഡിലാണ് വരുന്നത്. പല്ലു ഇതേപോലെ കണ്ടോ. ഓരോ കളറിനനുസരിച്ച് ഈ ഒരു സെറിയുടെയും പല്ലുവിൻ്റെയും ഒക്കെ ഒരു പാറ്റേണും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഇതെല്ലാം ഹാൻഡ്ലൂമാണ്. അപ്പോൾ ആ തറികളിലൊക്കെ ഇട്ടതിൻ്റെയൊക്കെ ഒരു ചിലപ്പോൾ ഒരു കുഞ്ഞ് ഇതുപോലത്തെ ഒരു കളർ സ്മഡ്ജൊക്കെ ചിലപ്പോൾ കണ്ടേക്കാം കേട്ടോ. അത് ഇങ്ങനത്തെ സാരികളിൽ വരുന്നതാണ്. ഹാൻഡ് മെയ്ഡാണ്, പ്യുവർലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ.
ഇതിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു കുഞ്ഞ് സ്ലൈറ്റ് ആയിട്ട് കേട്ടോ, അത് ഞൊറിഞ്ഞെടുത്ത് വരുമ്പോൾ കാണില്ല. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ ഇതേപോലത്തെ സാരീസ് പ്യുവർലി ഹാൻഡ് മെയ്ഡ് ആയതിൽ വരുന്നതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി വിത്ത് ടാസിൽസ്. ബ്ലൗസ് റണ്ണിങ് ആയി തന്നെ വരിക. സ്ലീവ്സിൽ ഇതേപോലത്തെ ബോർഡറൊക്കെ വന്നിട്ട് അടിപൊളിയാവും. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. 4300. നെക്സ്റ്റ് ഇതേപോലത്തെ സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കണ്ടോ, ഇങ്ങനത്തെ ഒരു ലൈൻസ് പോലെയാണ് വരുന്നത്. വളരെ തിന്നായിട്ടുള്ള ലൈൻസ്, തിന്നായിട്ടുള്ള ബോർഡേഴ്സാണ്. പ്യുവർ മഹേശ്വരി വീവിങ് ബോർഡേഴ്സാണ് ഇതേപോലെ സാരി വരിക. നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇതേപോലെ കണ്ടോ, ഇങ്ങനെയാണ് ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്. പല്ലു വരുന്നത് ഇതേപോലെ. ഭയങ്കര സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സാരിയാണ് കേട്ടോ. എല്ലാം നല്ല ഇങ്ങനെ ഒതുങ്ങിക്കിടക്കും. നല്ല ലെങ്ത്തും വിടുത്തൊക്കെയുള്ള സാരി തന്നെയാണ്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ. കണ്ടോ, നേരത്തെ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഫാബ്രിക്കിൽ, അതിൻ്റെ പോലത്തെ ലൈനിൽ പോലത്തെ വരുന്ന ഫാബ്രിക്കാണ്. ഇതിൽ സെറി ലൈനൊന്നും വരില്ല, വിത്ത് ബോർഡറാണ് കേട്ടോ. കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ്, ആ ഒരു ഓറഞ്ച് ആൻഡ് റെഡ് കോമ്പിനേഷനാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഇത് വെയർ ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. കണ്ടത് വളരെ ഒതുങ്ങി ഭംഗിക്ക് കിടക്കുന്ന സാരിയാണ്. സിൽക്ക് കോട്ടൺ ആണ് ഫാബ്രിക് വരിക, മിക്സ് ഓഫ് സിൽക്ക് ആൻഡ് കോട്ടൺ. അതുകൊണ്ട് ഉടുക്കുമ്പോഴും നല്ല ഭംഗിയായിരിക്കും, നമുക്ക് അതിൻ്റെ ഒരു കംഫർട്ട് മനസ്സിലാവും. നല്ല രസമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന പ്രീമിയം സാരീസാണ്. പ്യുവർ ഹാൻഡ്ലൂം. പല്ലു ഇങ്ങനെ, ബ്ലൗസ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇത് കണ്ടോ, റെഡ് വിത്ത് ബോർഡറാണ്. നല്ല രസമായിരിക്കും ഇത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ. നമ്പർ 4 ഞൊറിഞ്ഞെടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഈ ഒരു പാറ്റേണിൽ വരുന്ന ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്, അത് കാണാം. അടുത്തത് നമ്പർ 5 ആണ്. നമ്മളിപ്പോഴും മഹേശ്വരിയുടെ ഇത്രയും കൂടെ ഒരു മീഡിയം ബോർഡേഴ്സ് കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്നതാണ് ഇങ്ങനത്തെ കുഞ്ഞു ബോർഡേഴ്സിലുണ്ടോ എന്നുള്ളത്. ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞ്, കണ്ടോ, ഇത് ഒരു ലൈനാണോ ചെക്കാണോ എന്ന് തോന്നിക്കണ പോലത്തെ കുഞ്ഞ് പാറ്റേൺ വരുന്നുണ്ട്. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ബോർഡേഴ്സ് ഇതേപോലെ പ്യുവർ മഹേശ്വരി ഹാൻഡ്ലൂം സെറി വീവിങ് ആണ് വന്നിട്ടുള്ളത്. പല്ലു ഇതേപോലെ വരുന്നത്. ഇതാ കണ്ടോ, ഇതേപോലെ സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നല്ല രസമായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതേപോലെ വരിക കേട്ടോ. പല്ലു ഇതേപോലെ. ആൻഡ് ബ്ലൗസ് വരുന്നത് കണ്ടോ ഇതേപോലെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ നമ്മൾ നോർമൽ മഹേശ്വരിയിൽ കാണുന്ന പോലെയല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കണ്ടോ, ഇതേപോലെ കോൺട്രാസ്റ്റ് ബ്ലാക്ക് വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. നല്ല രസമായിരിക്കും കേട്ടോ. അത് ഉടുത്ത് വരുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്, ഒടുങ്ങി കിടക്കും, നമുക്ക് ഒട്ടും ചൂടെടുക്കില്ല. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കുമാണ് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഒരു ട്രഡീഷണൽ ലുക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ല നിങ്ങൾക്കൊരു മോഡേൺ ലുക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ പറ്റും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കറക്റ്റായിട്ട് ആക്സസറൈസ് ചെയ്ത് നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതേപോലെ സാരി വരിക. അടുത്തത് നമ്പർ 6 ആണ്. നേരത്തെ കണ്ടത് ഒരു മെറൂൺ ആൻഡ് ഒരു ബ്ലാക്ക് ടോൺ ആണെങ്കിൽ ഇത് ഇത്രയും കൂടെ ഒരു ഡീപ്പർ ബർഗണ്ടി ടോണിലാണ് വരുന്നത്. ഇതേപോലെയാണ് കേട്ടോ. കണ്ടോ, ഫാബ്രിക് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നല്ല രസമായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഇതേപോലെയാണ് ഫിനിഷിങ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഒരു കൂൾ എഫക്റ്റാണ് നമുക്ക് ബോഡിയിലോട്ട് ഇത് ഇടുമ്പോൾ തന്നെ. അത് വെയർ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് നമുക്ക് ആ ഒരു സുഖം ഫീൽ ചെയ്യുക. മാത്രമല്ല പല്ലു കണ്ടോ, ഇതേപോലെ സെറി ലൈൻ വിത്ത് ബോർഡറാണ്. വളരെ കംഫർട്ടബിളാണ്. ഇതിൻ്റെയും ബ്ലൗസ് ബ്ലാക്ക് ആയിട്ട് വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതുവരെ കാണിച്ചതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 4300 ആണ് കേട്ടോ. 4300. അപ്പോൾ ഈ ഒരു പാറ്റേൺ കഴിഞ്ഞു കേട്ടോ. ബ്ലൗസ് കാണിച്ചല്ലോ അല്ലേ, ബ്ലാക്ക് ആണ്. നല്ല രസമായിരിക്കും. സ്ലീവ്സിൽ ഈ ഒരു ബോർഡറൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. അടുത്തത് നമ്പർ 7 ആണ്. ഇതേപോലെ വരിക.
കണ്ടോ, സെറി ചെക്സ് വരുന്ന ഒരു പാറ്റേൺ വിത്ത് ഇതേപോലത്തെ കളറാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, നല്ലൊരു ഗ്രീനാണ്. ഒരു എന്താ പറയുക, ഒരു ഒലീവ് ഗ്രീനാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടുത്ത് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ വിത്ത് ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് ടോണിൽ വരുന്ന ബോർഡർ. റെഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടോ, ബ്രൈറ്റ് റെഡ് അല്ല, എല്ലാം ആ ഗ്രീൻ ആണെങ്കിലും ആ ഒരു റെഡ് ടോൺ, ഒരു ബേൺഡ് ഓറഞ്ച് ടു റെഡ്, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതേപോലെ പല്ലു വിത്ത് ടാസിൽസ് ആൻഡ് ബ്ലൗസ് വരുന്നത് ഇതേപോലെ ലൈൻ പാറ്റേൺ വിത്ത് ബോർഡർ ആയിട്ടാണ് വരിക. കണ്ടോ, നല്ല ഭംഗിയായിരിക്കും സാരിയും ബ്ലൗസും കൂടെ സ്റ്റൈൽ ചെയ്ത് വരാൻ. ഇതും വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം, ഉടുക്കാനും നല്ല സുഖമാണ്. ഇങ്ങനെ ഒതുങ്ങി കിടക്കും, പെട്ടെന്ന് തന്നെ ഉടുക്കും ചെയ്യാം കേട്ടോ. ഇതേപോലെ വരിക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, നമുക്ക് ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. റേറ്റ് വരുന്നത് 4350, 4350. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതിനൊക്കെ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചാണ്. എൻക്വയറിയുടെ ടൈമിൽ കറക്റ്റ് പറയാം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക, നമ്പർ 7. അടുത്തത് നമ്പർ 8 ആണ്. ഇതേപോലെ വരിക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വയലറ്റ് ഷെയ്ഡാണ്. ബോർഡേഴ്സ് ഇതേപോലെ വരിക കേട്ടോ. നല്ലൊരു പർപ്പിൾ പിങ്ക് പോലത്തെ ഒരു കളറാണ്. ബോഡിയിൽ ഫുൾ ഇതേപോലത്തെ സെറി ചെക്ക് പാറ്റേൺ. വളരെ ലൈറ്റാണ്, ഉടുക്കാൻ വളരെ കംഫർട്ടബിളാണ്. ഉടുത്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു ട്രഡീഷണൽ ലുക്കിന് പറ്റിയ ഒരു സംഭവമാണ്. ഇതേപോലെ വള്ളേറിൽ എടുക്കുമ്പോൾ ഉണ്ടാവുക. പ്യുവർ ഹാൻഡ്ലൂം സിൽക്ക് കോട്ടൺ ആണ്. മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസ്. മഹേശ്വരി എന്ന് പറഞ്ഞാൽ തന്നെ സിൽക്ക് കോട്ടൺ മിക്സ് ആയിട്ടാണ് വരിക കേട്ടോ. ഇതേപോലെ റെഡ് കളറാണ് ബ്ലൗസ്, ലൈൻ പാറ്റേൺ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. അടുത്തത് നമ്പർ 9 ആണ്. നല്ലൊരു മെറൂണിഷ് ടോണാണ്, ഒരു ഡബിൾ ഷെയ്ഡ് പോലെ, നല്ല ഡബിൾ കളർ ത്രെഡ് വീവിങ് ആണ്. ഒരു ബ്ലൂയിഷ്, ഈ ഒരു ബോർഡറിൻ്റെ കളറും കൂടെ ഈ ബോഡിയിലോട്ട് അങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. നമ്പർ 9 ആണ്. ഇതേപോലത്തെ ഷെയ്ഡാണ്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇങ്ങനെ ഞൊറിഞ്ഞ് നമുക്ക് നല്ല ഒതുക്കി ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. നല്ല ഭംഗിയിൽ കിടക്കും ചെയ്യും. പല്ലു ഇങ്ങനെ കേട്ടോ. കണ്ടോ, ബോർഡറിൽ ഇതേപോലെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. പല്ലു ഇതേപോലെ വരും, ആ ഒരു ബ്ലൂ സെറിയൊക്കെ ആയിട്ട്. ബ്ലൗസ് ഇതേപോലെ ബ്ലൂ ആണ് വരുന്നത്. നല്ല റെയർ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ, എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്ത് സാരിയും കൂടെ സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും. ഈ സാരീസിൻ്റെ റേറ്റ് വരുന്നത് 4350 ആണ്. പ്യുവർ ഹാൻഡ്ലൂം ആണ് കേട്ടോ. ഇനി അടുത്ത സാരി, മഹേശ്വരിയിൽ തന്നെ പ്ലെയിൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ 10 ആണ്. നല്ലൊരു പർപ്പിൾ വയലറ്റ് ഷെയ്ഡാണ്. അതിൻ്റെ കണ്ടോ, ബോർഡേഴ്സ് ഇതേപോലെ ഒരു ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. പ്ലെയിൻ വിത്ത് ബോർഡറാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സാണ് കേട്ടോ. ഇതേപോലെ സാരി വരിക, ഹാൻഡ്ലൂമിലാണ് വരുന്നത്. വള്ളേറിൽ എടുക്കുമ്പോൾ ഇതേപോലെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സുഖമായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റും. ഇതേപോലെയാണ് പല്ലു, ആ ഒരു ഗ്രീൻ കോമ്പിനേഷനാണ്, വിത്ത് ടാസിലാണ് വരുന്നത്. എല്ലാം ഇങ്ങനെ വീവിങ്ങിലാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇതേപോലെ കണ്ടോ, പ്ലെയിൻ. ആ ഒരു പല്ലുവിൻ്റെ കളറ് ഗ്രീൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വരിക. ആ ഒരു പർപ്പിൾ വയലറ്റ് വിത്ത് ഗ്രീൻ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. പ്ലെയിൻ ആണ് ബോഡി വരുന്നത്. രണ്ട് സൈഡിലും ഇതേപോലെ കണ്ടോ, ഒരു പായുടെ ഡിസൈനിലുള്ള ബോർഡേഴ്സാണ് ഇങ്ങനെ വരിക. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. വേറെ ഇത് വരുമ്പോൾ സൂപ്പർബായി. ഇങ്ങനെയാണ് സാരി വരുന്നത്. നമ്പർ 10 ആണ്. ബോർഡേഴ്സ് ഇതേപോലെ വരും കേട്ടോ. റേറ്റ് 4350. നേരത്തെ കണ്ടത് ഒരു പർപ്പിൾ പിങ്ക് ആയിരുന്നു, ഇതൊരു വയലറ്റ് ഷെയ്ഡാണ്. വയലറ്റ് വിത്ത് ഇതേപോലെയാണ് കേട്ടോ ആ ഒരു ബോർഡേഴ്സ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, നമ്പർ 12. ഇതാ കണ്ടോ, ഇതേപോലെ ബോർഡേഴ്സ്, ആ ഒരു വയലറ്റ് ആൻഡ് ഇതേപോലത്തെ ഒരു സ്പെഷ്യൽ കളറാണ്.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സ് കേട്ടോ. ആ ഒരു പിങ്കിഷ് ടോണിൻ്റെ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ഇതേപോലെ പല്ലു കണ്ടോ, ഇങ്ങനെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനത്തെ കണ്ടോ, നല്ല ഭംഗിയാണ്. നല്ലൊരു മെറൂണിഷ് വിത്ത് ബോർഡറാണ്. ഒരു കളർ കോമ്പിനേഷനും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെ അടുത്തതാ നമ്പർ 11 ആണ്. ഇതേപോലെ വരിക. നല്ലൊരു പിങ്ക് ടോണാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ കണ്ടോ. ഇതേപോലെ നമ്പർ 11 ബോർഡേഴ്സ് ഇങ്ങനെയാണ് വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. പല്ലു ഇതേപോലെ വരും. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ആ ഒരു ബോർഡേഴ്സിൻ്റെ പാറ്റേൺ ആണെങ്കിലും ബ്ലൗസ് ഇതേപോലെ വരും കേട്ടോ. ഗ്രീൻ വിത്ത് ബോർഡറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസ് കണ്ടോ. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വിത്ത് ബോർഡർ. ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. റേറ്റ് 4350 ആണ് കേട്ടോ. ഇനി അടുത്ത സാരി. അടുത്തത് മഹേശ്വരിയിൽ തന്നെ ടിഷ്യൂ സെറി ചെക്സ് ആണ് കണ്ടോ. ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ആ ഒരു ടിഷ്യൂവിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട്. ഓവറല്ല, പക്ഷെ നല്ല ഭംഗിയാണ് കണ്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഞാനിതിൻ്റെ സെയിം പീസ് ഒരു വെഡ്ഡിങ്ങിന് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിട്ട് വെയർ ചെയ്ത് കുറേ നമുക്ക് അപ്രീസിയേഷൻ കിട്ടിയ ഒരു സാരി ആയിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ആൻഡ് ബ്ലൗസ് വരുന്നത് ഇതേപോലെ കണ്ടോ. ഇതേപോലെ ഒരു സെറി ചെക്ക് പാറ്റേൺ വിത്ത് ബോർഡറാണ്. വളരെ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ആ ഒരു സെറി ചെക്ക് ടിഷ്യൂവിൻ്റെ വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇത് വെയർ ചെയ്ത് വരുമ്പോൾ. നല്ല കളർ കോമ്പിനേഷനും ബോർഡേഴ്സും ഗ്രീൻ വിത്ത് ആ ഒരു ബ്രിക്ക് മെറൂൺ ആ ഒരു ഷെയ്ഡാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പല്ലു ഇങ്ങനെ. റേറ്റ് 4650 ആണ് കേട്ടോ. അടുത്തതാ ഇതേപോലെ ഒരു ബ്ലാക്കാണ്. ബ്ലാക്കിൽ ആ ഒരു ടിഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. വിത്ത് ബോർഡേഴ്സ് ഇതേപോലത്തെ ഒരു റെഡിഷ് മെറൂൺ ടോണാണ്. നല്ല ഗോൾഡൻ സെറി വീവാണ് കണ്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നല്ല കളർ കോമ്പിനേഷൻ കേട്ടോ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക്. പല്ലു ഇതേപോലെ ആൻഡ് ബ്ലൗസ് വരുന്നത് ഇതേപോലെ കേട്ടോ. ആ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ ടോണാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഉടുത്ത് വരുമ്പോൾ സൂപ്പർബായിരിക്കും. നല്ലൊരു വെഡ്ഡിങ് ഗസ്റ്റായിട്ട് പോകുമ്പോൾ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർബായിട്ടുള്ള ഒരു പ്രീമിയം മഹേശ്വരി സാരിയാണ്. ഇതേപോലെ വരിക. ടിഷ്യൂ സെറി ചെക്സ് ആണ് വരുന്നത്. 4650. നല്ല ഭംഗിയാണ് കേട്ടോ വെയർ ചെയ്ത് വരുമ്പോൾ. അടുത്തത് നമ്പർ 15 ആണ്. ഒരു ലൈറ്റ് പീച്ച് ടോണാണ്. ഒരു പൗഡർ പീച്ച് ടോണിൽ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ബോർഡർ വരുന്നത് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഇത് നമ്മൾ മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം സോൾഡ് ഔട്ടായി. ഇതിന് ഒരുപാട് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈപ്പ് സാരീസാണ്. ഇതേപോലെ വരിക. ഭയങ്കര ഭംഗിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. പല്ലു കണ്ടു ഇതേപോലെ ഒരു സട്ടിലായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കണ്ടോ. ബോർഡേഴ്സും എല്ലാം ഫുൾ ഹാൻഡ്ലൂം സെറി വീവിങ്ങിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നല്ല കണ്ടോ ഇതേപോലെ ഒരു പിങ്കിഷ് ടോണിലാണ്. ബോർഡേഴ്സ് ഇതേപോലെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതേപോലെ ബോഡിയിൽ വരുന്ന ഒരു ചെക്ക് പാറ്റേൺ, ബ്ലൗസിൽ ഒരു ലൈൻ പാറ്റേൺ പോലെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് വിത്ത് ബോർഡർ. നല്ല ഭംഗിയായിരിക്കും ഇത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ പ്രീമിയം മഹേശ്വരി ചോദിച്ചിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു. ഫങ്ഷൻ വെയർ ആയിട്ടും വെഡ്ഡിങ് ഗസ്റ്റൊക്കെ ആയിട്ട് പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോദിച്ചവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഇതെല്ലാം നല്ല സൂപ്പർ മൂവിങ് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. അടുത്തത് നമ്പർ 16 ആണ്. ഇതും ഒരു സ്പെഷ്യൽ കളറാണ്
കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന ഒരു കളർ തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. ബോർഡേഴ്സ് ഇങ്ങനെയാണ് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സാരി. ഒരു കുഞ്ഞ് ഓർണമെൻറ്റ്സ് എന്തെങ്കിലും ഇട്ടാലും ഹെവി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാനും പറ്റുന്ന സാരീസാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ്. നമ്പർ 60. പല്ലു ഇതേപോലെ, ബ്ലൗസ് വരുന്നത് ഇതാ കണ്ടോ, ഇതേപോലെ ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡാണ്, റെഡ് വിത്ത് ബോർഡറാണ്. അപ്പോൾ ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒരു ചിക്കു ഷെയ്ഡ് പോലെയാണോ എന്താ ഇതിൻ്റെ കളറ് പറയാമെന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന ഒരു കളറ് തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സ്. പല്ലു ഇങ്ങനെ വരിക. ഈ മഹേശ്വരി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ കളറൊന്നും മിസ് ചെയ്യരുത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയർ ഷെയ്ഡാണ്. ഇതേപോലെ നല്ലൊരു റെഡിഷ് മെറൂൺ ടോണിലാണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും സാരിയും ബ്ലൗസായിട്ട് വെയർ ചെയ്ത് വരുമ്പോൾ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് കേട്ടോ, അടിപൊളിയാണ്. റേറ്റ് 4650. അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ബ്രൈറ്റ് ഷെയ്ഡ് വേണം എന്നുള്ളവർക്ക് പറ്റിയതാണ്. ഇതേപോലെയാണ്, നല്ലൊരു യെല്ലോയിഷ് വിത്ത് ഇതേപോലത്തെ ബോർഡറാണ് വരുന്നത്. കണ്ടോ, സാരി ഇതേപോലെ വരിക. നമുക്ക് ഇതേപോലത്തെ യെല്ലോ ഒന്നും അങ്ങനെ എല്ലാ മെറ്റീരിയലിലും കിട്ടില്ല. കണ്ടോ, ഇത് പ്യുവർ മഹേശ്വരി സിൽക്ക് കോട്ടൺ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സാണ്. ഫുൾ ആ ഒരു ഗോൾഡൻ സെറി വീവിലാണ് വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്, ബ്ലൗസും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഭംഗി അറിയാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വെയർ തന്നെ വേണം. കണ്ടോ, ഇതേപോലെ വരിക. നല്ല, ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതേപോലെ വരിക കേട്ടോ. നല്ല ഭംഗിയാണ്. അതിലാ ഒരു ടിഷ്യൂൻ്റെ ഒരു മിക്സും കൂടെ വരുമ്പോൾ സൂപ്പർബാണ്. വളരെ കംഫർട്ടബിൾ ആണ്, ലൈറ്റാണ്, ഉടുക്കാൻ സൂപ്പർബാണ്. കണ്ടോ, നല്ല ബ്രൈറ്റ് ഷെയ്ഡ് വേണം ഉള്ളവർക്ക് പറ്റിയതാണ്. യെല്ലോ ആൻഡ് ഒരു പിങ്ക് കോമ്പിനേഷനാണ്. വേറെ ഇത് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും. ഇതേപോലെ വരിക. പല്ലു ഇതേപോലെ ആൻഡ് ബ്ലൗസ് ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇത് ഇതിൻ്റെ അടിയിൽ യെല്ലോ ഇരിക്കണം, കാരണം ആ ബ്ലൗസിൻ്റെ കറക്റ്റ് കളറ് മനസ്സിലാവില്ല. കണ്ടോ, ഇതേപോലെയാണ്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഉടുത്ത് വരുമ്പോൾ സൂപ്പർബായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് ഷെയ്ഡ്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചാണ്. എല്ലാം നല്ല പ്രീമിയം മഹേശ്വരി ഹാൻഡ്ലൂം സാരീസാണ്. റേറ്റ് ഒരു 4700 താഴോട്ടാണ് റേറ്റ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണണവും നേരിട്ട് കാണണവും തമ്മിൽ ഓരോരുത്തരുടെ മൊബൈലിൻ്റെ ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ്സും ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് നേരിയ ഡിഫറൻസ് ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നോ അതിൻ്റെ പ്രത്യേകത എന്താണെന്നോ മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇതേപോലെയാണ്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസും കളക്ഷൻസും ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.